മികച്ച സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്റെ കരിയർ മാറ്റിയത് ആ ചിത്രമാണ്. പൃഥ്വിരാജ് നടൻ, ഗായകൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചയാളാണ് പൃഥ്വിരാജ് സുകുമാരൻ. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജ് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. ഇന്ന് മലയാളത്തിലെ ശ്രദ്ധേയനായ സംവിധായകനും കൂടിയാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു പുതിയ മുഖം എന്ന ചിത്രം. ദീപൻ സംവിധാനം ചെയ്ത ചിത്രം പൃഥ്വിയുടെ താരപരിവേഷം വലിയ രീതിയിൽ ഉയർത്തിയ ചിത്രം കൂടിയാണ്. പൃഥ്വിക്ക് പുറമെ ബാല, പ്രിയാമണി, നെടുമുടി വേണു, സായ്കുമാർ തുടങ്ങിയ വമ്പൻ താരങ്ങൾ അണിനിരുന്ന സിനിമയിലെ ഗാനങ്ങളും വലിയ ശ്രദ്ധ നേടിയിരുന്നു. പുതിയ മുഖം ഒരു മികച്ച സിനിമയല്ലെന്നും എന്നാൽ തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് അതെന്നും പൃഥ്വിരാജ് പറയുന്നു. പുതിയ മുഖത്തിന് ശേഷമാണ് നിർമ്മാതാവ് ഇല്ലെങ്കിൽ പോലും തനിക്കിഷ്ടമുള്ള ഒരു കഥ സിനിമയാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായതെന്നും പിന്നീടാണ് കരിയർ പൂർണ്ണമായി തന്റെ നിയന്ത്രണത്തിലായതെന്നും പൃഥ്വി കൂട്ടിച്ചേർത്തു. പുതിയ മുഖം മികച്ച സിനിമയാണെന്ന അഭിപ്രായക്കാരനല്ല ഞാൻ, പക്ഷേ എന്റെ കരിയറിൽ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷമാണ് എനിക്കൊരു കഥ ഇഷ്ടപ്പെട്ടാൽ നിർമ്മാതാവും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും ഞാൻ വിചാരിച്ചാൽ ഒരു പ്രൊജക്റ്റ് ആക്കാൻ കഴിയുമെന്ന അവസ്ഥ വന്നത്. അത് കഴിഞ്ഞ് 2-3 വർഷത്തിന് ശേഷമാണ് കരിയർ പൂർണ്ണമായും എന്റെ കൺട്രോളിലാവുന്നത്. താരപരിവേഷം കൂട്ടാനുള്ള സിനിമകളാണോ അതോ നല്ല സിനിമകൾ എന്ന ഗണത്തിൽപ്പെട്ട സിനിമകളാണോ ഞാൻ ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടാവാം. സത്യത്തിൽ എനിക്ക് രണ്ടാമത്തെ കാര്യമാണ് താല്പര്യം, പൃഥ്വിരാജ് പറയുന്നു. അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ബിഗ് ബജറ്റ് ചിത്രം റിലീസിനൊരുങ്ങുകയാണ്. 2019 സൂപ്പർ ഹിറ്റായി മാറിയ ലൂസിഫറിന്റെ 2ാം ഭാഗമായ സിനിമ മാർച്ച് 27-നാണ് റിലീസാവുന്നത്. വിവിധ ഭാഷകളിൽ നിന്നായി വമ്പൻ താരനിര ഒന്നിക്കുന്ന സിനിമ വലിയ ഹൈപ്പോടെയാണ് ഇറങ്ങാൻ പോകുന്നത്.